ഉഴുന്നൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി, 1 സ്പൂൺ ഉലുവയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 2 തവണയായിട്ടാണ് കേട്ടോ നമ്മൾ ഈ അരി അരച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേൽ പകുതി അരിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയിരിക്കുന്ന അരിയും 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതും നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ മാവ് നമുക്ക് നന്നായിട്ട് പുളിച്ച് കിട്ടാനായിട്ട് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അടച്ച് വെക്കുന്നത്. അപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ അത് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ രാവിലേക്ക് നമ്മുടെ മാവ് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് പരത്തുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ആ ഹോൾസൊക്കെ വരുമ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ തിരിച്ചൊന്നും ഇടുന്നില്ല, ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയിരിക്കുന്ന ദോശയെല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദോശയെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചട്നിയോ ചമ്മന്തിയോ സാമ്പാറോ എന്തിൻ്റെ ഒപ്പം അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കിടിലൻ ടേസ്റ്റുള്ള കോക്കനട്ട് ദോശയാണ്. അപ്പോൾ നമുക്ക് തേങ്ങ ചേർക്കുമ്പോൾ 1.5 കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.